നെവിനെ ഇങ്ങനെ നിങ്ങൾ ചെളിവാരി എറിയുന്നതിൽ ഒരർത്ഥവുമില്ല. അവിടെ നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ. ഞാൻ ഇപ്പോഴും എപ്പോഴും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ അങ്ങനെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കാരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ എന്റെ പൊന്നു ശാരിക മേഡം? ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ നിലപാടുകൾ പലപ്പോഴും മാറി മറയാറുണ്ട് എന്നുള്ളതാണ്. ഏത് വിഷയത്തിലാണ് സംസാരിച്ച വൈറലാവുക എന്ന് അറിയാം. നെവിനെ ഇവിടെ സപ്പോർട്ട് ചെയ്ത നല്ല കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ ഡയലോഗ് അടിക്കുന്നത് എന്നുള്ളതാണ്. മെൻസസ് ആയി ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിലാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഇനി നെവിനെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ കിടന്നിട്ട് മണവണാചിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം കയറി ചൊറിയുന്നത് നെവിനാണ്. അത് ഗെയിമിലാണെങ്കിലും അല്ലാത്ത ഇടങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ തല്ലിയത് പോലും നന്നായി എന്നൊക്കെ ശാരിക പറയുമ്പോൾ വളരെ മോശമല്ലേ? എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ ഒരു സ്ത്രീ തന്നെയല്ലേ എന്നുള്ളതാണ്. മെൻസസ് പെയിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞു തരണം. ഒരാണായി ഞാൻ പറഞ്ഞു തരണോ? നെവിൻ എന്ന് പറയുന്ന മാറി ചെയ്ത ആ ഒരു ഊളത്തരത്തിനെ സപ്പോർട്ട് ചെയ്ത ശാരികയെ നിന്നൊക്കെ എന്ത് പറയാനാണ്? കറക്റ്റ് സമയത്ത് തന്നെ നിന്നെയൊക്കെ അവിടെ ദൂരെ കളഞ്ഞല്ലോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അസൂയയും ജലസും കാരണം കൊണ്ടാണ് ഈ ഊളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെവിൻ എന്ന് പറയുന്ന നികൃഷ്ട ജീവിയുടെ ആ ഒരു തെമ്മാടിത്തരത്തിനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്ത്രീയെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളിതൊന്ന് കേട്ടു നോക്കിയേ. ഇവരുടെ ആ ഒരു സ്നേഹം ഒന്ന് കാണണം. നെവിൻ വളരെ നല്ല മനുഷ്യനും ഷാനവാസും മോശവുമാണ് എന്നാണ് പറയുന്നത്. നെവിനെ എല്ലാരും കൂടെ തേജോധം ചെയ്യുന്നുണ്ട്. ഞാൻ നെവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടൊന്നുമല്ല, ഞാൻ ന്യായമായ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഷാനവാസ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളുമല്ല. എന്തായാലും ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം, പ്രകോപനം ഷാനവാസിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഷാനവാസിന് സ്ഥിരമുള്ള പരിപാടിയാണ്. ഒരുപക്ഷെ ഇപ്പൊ അദ്ദേഹം പോയത് ശരിക്കും അദ്ദേഹത്തിന് വയ്യാഴിക കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ടാവുക. പക്ഷെ ഇതിനു മുമ്പ് പലവട്ടം ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് അവിടെ. ആരെ ഈ പറയുന്നേ? ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി നാടകം കളിച്ചുകൊണ്ടാണ് ഇപ്പൊ കിടക്കുന്നത് എന്ന് തന്നെയാണ് ഈ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെവിനെ വെള്ളപൂശാൻ വേണ്ടി വന്നതൊന്നല്ല കേട്ടോ. നെവിനെ എനിക്ക് താല്പര്യമുള്ള ആളൊന്നും അല്ല കേട്ടോ. നെവിൻ അടിപൊളിയാണ് എന്നാണ് എന്നിട്ട് പറഞ്ഞു വെക്കുന്നത്. കൊള്ളാം. ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ നാടകം കളിച്ചതാണോ അല്ലേ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങോട്ട് കയറി മാന്തിയത് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒന്ന് ചോദിച്ചോട്ടെ. കോമൺ ആയിട്ടുള്ള അവിടെ എല്ലാവരും കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണം എടുത്തു മാറ്റി വെക്കണ സമയത്ത് അവിടെയുള്ള കോമൺ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് സംസാരിക്കാം. അവരുടെ ഭക്ഷണം കൂടിയാണല്ലോ. അത് തിരിച്ചവിടെ വെക്കണം എന്ന് ചോദിച്ച് അങ്ങോട്ട് അയാളുടെ കയ്യിൽ പിടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് അത് പൊട്ടിച്ച് മുഖത്തേക്ക് ഒഴിക്കുകയും അത് വലിച്ചെറിയുകയും ചെയ്ത ആ ഒരു ഡ്രാമയെ ഒന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഭക്ഷ്യവസ്തുക്കള്, ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയുമ്പോൾ ഒന്നും പറയാനില്ലേ? അവിടെ ഷാനവാസിനെ കുറ്റക്കാരനാക്കി കഴിഞ്ഞാൽ വ്യൂ കിട്ടും എന്നുള്ള വിശ്വാസമാവുമല്ലേ ശാരിക? കൊള്ളാം, കീപ് ഗോയിങ്. ഷാനവാസ് അഭിനയിച്ച് തന്നെയാണ്, അഗ്ലി ഗെയിം കളിച്ച് തന്നെയാണ് ഓരോ പ്രാവശ്യവും കയറിയിരിക്കുന്നത്. തുടക്കം ഞാൻ ഇന്നും പറയുന്നു, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ടാസ്കില് ജിസയിലെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ജിസയിലെ ചങ്ക് പൊട്ടിയത്? ജിസയിലും ശൈത്യയും അവിടെ ബിൻസിയും ഉറക്കം ഉളച്ചിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇദ്ദേഹത്തിന് രോഗം അറിയാവുന്നതുകൊണ്ട്. ഇദ്ദേഹം 10ഓളം ഗുളികൾ കഴിക്കുന്ന ആളായതുകൊണ്ടാണ് അവരെന്ന് ഉറക്കം ഉളച്ചിരുന്നത്. കാരണം ഷാനവാസ് അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു, നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന്. പക്ഷേ ഷാനവാസ് അത് പാലിച്ചില്ല. ഷാനവാസ് അവിടെ ഉറക്കം നടിച്ചു കിടന്നു. ആ 3 പേരുടെ ഉറക്കം പോയി. 10 ഗുളികകൾ തമാശക്ക് കഴിക്കുന്നത് കൊണ്ടാകും ചിലപ്പോ ഉറങ്ങിപ്പോയത് കേട്ടോ. കാര്യമായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയെന്ന് വരില്ല. പല അസുഖങ്ങളുള്ള ആളുകൾ മരുന്ന് കഴിച്ചാൽ ഉറങ്ങിപ്പോകും. ഷാനവാസ് തമാശക്ക് കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ്, ഒരുപാട് അസുഖങ്ങളുള്ള ഒരാളൊന്നല്ല, വെറുതെ ഡ്രാമ കാണിച്ചതാണ്. എന്റെ പൊന്നു ശാരിക മേഡം, പഴയതൊന്നും കുത്തിപ്പൊക്കല്ലേ. നിങ്ങൾ അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ഞങ്ങൾക്കറിയാം. ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ പുറത്തുനിന്ന് വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യ നോമിനേഷനിൽ പോലും പോയിട്ട് പറഞ്ഞത് ഈ രേണുസുതിയാണെന്നുള്ളതാണ്. രേണുസുതിയെ ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടി ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ ഡ്രാമയൊന്നും ഞങ്ങളോട് പറയല്ലേ. നിങ്ങൾ കൃത്യമായ സമയത്ത് തന്നെയാണ് ഔട്ടായത്. നിങ്ങൾ ഔട്ടാക്കിയ ജനങ്ങൾക്ക് സല്യൂട്ട് അടിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഷാനവാസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ, എന്തെങ്കിലുമൊക്കെ പറ, ഞങ്ങൾ കേൾക്കട്ടെ. ചേച്ചി അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് നമുക്കറിയാം കേട്ടാ. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം അവരുടെ ത്രാണി പോയി കിട്ടി. ഇതാണ് ഷാനവാസ് അവിടെ ആദ്യം ചെയ്തത്, സെക്കൻഡ് ഗെയിമിൽ ചെയ്തത്. പുലി വരുന്നേന്ന് പറഞ്ഞ് അവസാനം പുലി പിടിച്ച് കടിച്ച അവസ്ഥയില്ലേ, അതാണ് ഇപ്പൊ ഷാനവാസിന് പറ്റിയത്. അതായത് ഷാനവാസിന് ആ അപകടം സംഭവിച്ചത്, ആ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചത് നല്ലതാണ് എന്നാണ് ചേച്ചി ആ കാറിൽ ഇരുന്നു കൊണ്ട് പറയുന്നത്. ചേച്ചിക്ക് എന്നും ആ കാറിൽ ഇരിക്കാനുള്ള എല്ലാ ആയുസ്സും ആരോഗ്യവും ഉണ്ടാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം കേട്ടോ. ചേച്ചിക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യന്മാരാണ്, ഏത് നിമിഷവും നമുക്ക് എന്ത് സംഭവിക്കാം. അയാൾ ഡ്രാമ കളിച്ചതാണ് എന്ന് തന്നെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം ചേച്ചി, കൊള്ളാം. വളഞ്ഞു മൂക്ക് പിടിക്കാതെ നേരിട്ട് പറഞ്ഞുകൂടെ ഷാനവാസിന് അത് കിട്ടണം എന്നുള്ളത്? അതുകൊണ്ടാണ് നെവിൻ അങ്ങനെ പറഞ്ഞത്. അയാൾ അഭിനയിക്കുമായിരിക്കും എന്ന്. അവനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അയാൾ അവിടെ ഒരുപാട് അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള മനുഷ്യനെ. എനിക്ക് ഷാനവാസിനോട് പേഴ്സണൽ ദേഷ്യമൊന്നുമില്ല. ഞാൻ ഷാനു എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ വളരെ അഗ്ലി ഗെയിം കളിക്കുന്നവരാണ്.
ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന് പറയില്ലേ, ഞാൻ അവിടെ ഷാനു എന്നാണ് വിളിച്ചിരുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല എന്ന് ഇത് വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് ചെവിടറക്കുക. അടിപൊളിയാണ് ചേച്ചി. ചേച്ചിക്ക് തീരെ ഷാനവാസ് ഖാനോട് ഒരു ഇഷ്ടക്കുറവില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആശുപത്രിയിലൊക്കെ കിടക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്. കൊള്ളാം ചേച്ചി, കൊള്ളാം. പിന്നെ മോഷണം. നെവിനാണല്ലോ ആസ്ഥാന മോഷണമായിട്ട് ബിഗ് ബോസ് സീസൺ 7 പ്രേക്ഷകർ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. എന്താണ് അനുമോളും ആദിലെ അവിടെ കാണിക്കുന്നത്? ആദില അവിടെ ആദില എന്തെല്ലാം സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും സ്റ്റിൽ പാല് മോഷ്ടിച്ചു കുടിക്കുന്നു. നൂറ, ആദില, അനു. അവിടുത്തെ ആസ്ഥാന കള്ളൻ അത് നെവിൻ തന്നെയാണ്. ഇനി ആ ഒരു പട്ടം വേറെ ആളുകളുടെ നെഞ്ചത്തോട്ട് ചാർത്തി കൊടുക്കാൻ നോക്കണ്ട, നടക്കില്ല. അനുമോളും അതിലെയും നൂറയും കക്കണതും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ പോലും ആ കളവിനെ വളരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിന് അപകടം മനസ്സിലായതാന്നുള്ളതാണ്. അവൻ വ്യക്തമായിട്ട് തന്നെ അവൻ മുഖത്ത് നോക്കി തന്നെ പറയും, ഞാൻ കക്കും, കൂടെ നിന്ന് ചതിക്കും എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തേ ഒക്കു കേട്ടോ ചേച്ചി. ചേച്ചി പോലുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങ് വാനോളം ഉയരുമല്ലോ. എന്താണ് എന്റെ പൊന്ന് ശാരിക മേഡം, കുറച്ചൊക്കെ ആളുകൾ നല്ല രീതിയിൽ സ്വീകരിച്ചു വന്നതായിരുന്നില്ലേ, വീണ്ടും അത് കളയണോ? വെറുതെ മോശമല്ലേ ഇതൊക്കെ. എന്നാലും ആസ്ഥാന കള്ളൻ പട്ടം പോലും മാറ്റിക്കൊടുക്കാൻ വേണ്ടി ചേച്ചി കളിക്കുന്ന ഒരു വെള്ളപൂശല്. ഇവരെല്ലാരും ഭക്ഷണം മോഷ്ടിക്കുന്നുണ്ട്. അനു നല്ല മോഷണക്കാരാണ്. വൈരാഗ്യത്തിന്റെ പേരിൽ ജിസേലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റക്റ്റീവ് കളിച്ച് ജിസേലിന്റെ സകല സാധനങ്ങളും അടിച്ചു മാറ്റി ബിഗ് ബോസിന് മുമ്പിൽ എത്തിക്കാൻ രാത്രികളോളം ഉറക്കം ഉളച്ച് നടന്ന വ്യക്തിയാണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. അവൾ ആരാണ്? ഡിറ്റക്റ്റീവോ? അതന്നെ എനിക്ക് ചോദിച്ചു, അവൾ ആരാ ഡിറ്റക്റ്റീവോ? നിങ്ങളെപ്പോലെ തന്നെ കയറി വന്നൊരു വ്യക്തിയാണ് ജിസേൽ. ജിസേലിന് മാത്രം മേക്കപ്പ് സാധനങ്ങൾ മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം, നിങ്ങൾക്ക് അത് കുഴപ്പമില്ല അല്ലെ? പക്ഷെ കുഴപ്പമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ നെവിൻ എല്ലാവർക്കും വേണ്ട ഭക്ഷണം കട്ടെടുത്ത് തിന്നുമ്പോൾ അത് കുഴപ്പമുള്ള ആളുകൾ ഉണ്ടാകാം. നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് കരുതിക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പ്രശ്നമില്ല എന്ന് നിങ്ങൾ അങ്ങ് സ്വയം തീരുമാനിക്കല്ലേ പൊന്നു ചേച്ചി. അനുമോള് നല്ല അടിപൊളിയാണോന്ന് ആരും പറയണമെന്നില്ല. എന്നാൽ പോലും അന്നത് ചൂണ്ടിക്കാണിച്ചത് അവിടെയുള്ള ബാക്കിയുള്ള ആളുകൾക്കും കൂടി കിട്ടേണ്ട പരിഗണന നശിപ്പിക്കുന്നത് കൊണ്ടാണ്. ലാലേട്ടനൊക്കെ ചിരിച്ചിട്ടാണ് അത് തള്ളിക്കളഞ്ഞത്. CID മൂസയോ ഇവള് അവിടെ പിടിക്കാൻ ബിഗ് ബോസ് 71 ക്യാമറ വെച്ചിട്ടുണ്ടെന്നേ. ഇവളെ പകരം 75-ാമത്തെ 73-ാമത്തെ ക്യാമറ ആക്കി അവരോധിച്ചിട്ടില്ല ബിഗ് ബോസ്. എനിക്ക് ആരോടും പേഴ്സണൽ ദേഷ്യമില്ല. ഞാൻ പുറത്തായ ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ കണ്ടസ്റ്റന്റ് ആണ്. അവിടെ നടന്ന പല കളികളും കണ്ടസ്റ്റൻസിന്റെ പല കളികളും അറിയാവുന്നത് കൊണ്ട് തന്നെ പറയുകയാണ്. ഞങ്ങൾ 24/7 വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ കാണിച്ചു കൂട്ടലുകൾ ഞങ്ങൾ കണ്ടതാണ്. കറക്റ്റ് സമയത്താണ് നിങ്ങൾ പുറത്തായിട്ടുള്ളത്. നിങ്ങൾ അവിടെ ഇനിയും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അസൂയ അഹങ്കാരമൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നെ ഒന്നും അവിടെ നിർത്തിയില്ല, ബാക്കിയുള്ള ആളുകൾ നിർത്തി, എനിക്ക് PR ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഇനി PR ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലായതാണ്. നിങ്ങൾ അവിടെ ദൂരെ കളയും, അത് പോട്ടെ. പിന്നെ അനുമോളോട് എനിക്ക് ദേഷ്യമില്ല, ഷാനവാസിനോട് എനിക്ക് ദേഷ്യമില്ല, നെവിനോട് പ്രത്യേക സ്നേഹമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. നെവിനെ ഇങ്ങനെ നിങ്ങൾ ചെളിവാരി എറിയുന്നതിൽ ഒരർത്ഥവും ഇല്ല. അവിടെ നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ. ഞാൻ ഇപ്പോഴും എപ്പോഴും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ അങ്ങനെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കാരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അതെ, കൃത്യമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ പെങ്ങന്മാർക്കൊക്കെ മെൻസസ് ആയിട്ട് വേദന എടുത്ത് കിടക്കുന്ന സമയത്ത് അവർ നമ്മളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഒരു കുടം വെള്ളം തലകൂടെ ഒഴിക്കണം എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. നെവിൻ ചെയ്ത ആ ഒരു ആക്ടിനെ ഒരു സ്ത്രീ ആയിട്ട് പോലും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു ജീർണിച്ച ചിന്താഗതി എത്രത്തോളം ഭീകരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അനുമോളും ആദിലെ നൂറയൊന്നും അത്ര നല്ലവരൊന്നും അല്ല. അവരെ അങ്ങനെ പ്രകൃതിക്കാൻ അത്ര നന്മവരങ്ങളൊന്നും അല്ല അവരാരും. ഏറ്റവും ഡേർട്ടി ഗെയിം കളിക്കുന്ന ഗെയിമാണ് പാട്ട ഗേൾസ് എന്നറിയപ്പെടുന്ന വെറും പാട്ടകളായിട്ടുള്ള അനുമോളും ആദിലയും നൂറയും, കൂട്ടത്തിൽ ഷാനവാസും. ഞങ്ങൾ സമ്മതിച്ചു അവര് മോശം ഗെയിമറാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ അതിന് ഇമാതിരി ഊളത്തരം പറഞ്ഞുകൊണ്ട് ഇതാക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അതിൽ കണ്ട കാര്യങ്ങൾ ഞങ്ങൾ 24/7 കാണുന്നതാണ്. ഞങ്ങൾ കാണാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നെവിന്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പൈസ വാങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടട്ടെ. നമ്മളൊക്കെ ഹ്യൂമൻസ് ആണല്ലോ. അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ വീണ്ടും അഗ്ലി ഗെയിം കളിക്കാനായി അദ്ദേഹം ഗെയിമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നന്ദി. ശരി ചേച്ചി, നന്ദിയുണ്ട് കേട്ടോ. ഷാനവാസ് തിരിച്ചു വരട്ടെ, വീണ്ടും അഗ്ലി ഗെയിം കളിക്കട്ടെ. അസൂയ അഹങ്കാരം ഒന്നും ചേച്ചിയുടെ മനസ്സിൽ മുഖത്തും ഇല്ല. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണല്ലോ. അതെ, നമ്മളും ഹ്യൂമൻ ബീങ്സ് ആണല്ലോ. ആ ഒരു ബോധം ചേച്ചിക്ക് വേണം. ഒരു സ്ത്രീയായ ചേച്ചി മെൻസസ് ആയി കടന്നിരുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചതിനെ ന്യായീകരിക്കുന്നുണ്ട് എങ്കിൽ ചേച്ചിയെ ഹ്യൂമൺ ആയിട്ട് കാണാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്കത് കഴിയില്ല. കാരണം അമ്മയും പെങ്ങന്മാരൊക്കെ നമുക്കുണ്ട്. അവർ ആ വേദന അനുഭവിച്ച് കിടന്ന് നമ്മൾ കണ്ടതാണ്. പിന്നെ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പറയാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ നാടകം കളിച്ചതാണ് എന്നുള്ളത്. അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് കഴിയില്ല. ഞങ്ങൾ 24/7 കാണുന്ന ആളുകളാണ്, എപ്പിസോഡും കാണുന്ന ആളുകളാണ്. നെവിൻ എന്ന് പറയുന്ന നികൃഷ്ട ജീവിയെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അവൻ ചെയ്ത ഊളത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ കഴിയില്ല. ഇനി ഷാനവാസാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഇട്ടതെങ്കിൽ പോലും അയാൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് നാടക നടനാണ്, നാടകമാണ് എന്ന് പറഞ്ഞ് നടക്കാതെ അയാളെ എടുത്ത് എണീപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നെവിൻ എന്ന് പറയുന്ന മനുഷ്യന് നമ്മൾ കൂടെ നിന്നേനെ. പക്ഷെ അവിടെ ആ ഒരു ക്വാളിറ്റി ഒന്നും അയാൾക്കില്ല. അയാൾ ഈ ആഴ്ച തന്നെ പുറത്താകും. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം
ഇന്ന് ഷൂട്ട് നടക്കുന്നു, അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുന്ന കുറച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആര്യനെയും അക്ബറിനെയും നെവിനെയും പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം ശരിയാണ് എന്നുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ നടക്കണമെന്നൊന്നുമില്ലല്ലോ. നെവിനെ പുറത്താക്കുക തന്നെ വേണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.